ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കപ്പ് റവ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സായിട്ടും ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്തതോ വറക്കാത്തതോ ആയ ഏത് റവ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനൊരു ചെറിയ ബൗളിൽ നിറയെ റവ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കിനി വേണ്ടത് തൈരാണ്. 2 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. ഇനി റവ എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഈ റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ പലഹാരം നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം നല്ല രീതിയിൽ ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കരുത്. റവ എടുക്കുന്ന അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം വെള്ളത്തിൻ്റെ അളവ് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ കണ്ടില്ലേ, ദോശമാവിൻ്റെയൊക്കെ ആ ഒരു കണക്കിന് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുക. അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ഇതിന് വേണ്ട. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ അതാണ് ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്. ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ ഇല്ലാതെ വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ എങ്ങും കട്ട പിടിച്ചിരിക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് ഈസ്റ്റോ തേങ്ങയോ അങ്ങനെയുള്ള ഒരു കാര്യവും നമ്മൾ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ മാവ് തയ്യാറാക്കി ഉടൻ തന്നെ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ എണ്ണയൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പലഹാരം പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ഇളകി കിട്ടും. ഇനി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാവ് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എടുത്ത മാവ് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ പകുതി ഭാഗം മാത്രമേ നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. കാരണം ഇത് വെന്ത് വരുമ്പോൾ കുറച്ചുകൂടി മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇത് നമ്മൾ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു കടായിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചുകൊണ്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്റ്റാൻഡ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സ്റ്റാൻഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിങ്ങോ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ സ്റ്റാൻഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നേരെ തന്നെ വെക്കണം കേട്ടോ, ചരിഞ്ഞൊന്നും ഇരിക്കരുത്. സ്റ്റാൻഡ് അങ്ങനെ ചരിഞ്ഞിരുന്നാൽ നമ്മൾ ഇതുപോലെ പ്ലേറ്റ് വെച്ച് കൊടുക്കുമ്പോൾ മാവ് ഒരു സൈഡിലേക്ക് അങ്ങ് പോകും. ഒരു സൈഡ് കനം കൂടുതലും ഒരു സൈഡ് കനം കുറഞ്ഞൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടിക്ക് പകരം ചാട്ട് മസാലയോ മാഗി മസാലയോ അങ്ങനെയുള്ള മസാലകൾ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇതുപോലെ മുളക് പൊടിയോ മസാലയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴേ കാണാനും നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ നമ്മളിതിലേക്ക് മധുരം ഒന്നും ചേർത്തിട്ടില്ല. നമ്മളിത് കറി കൂട്ടിയാണ് കഴിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല, ഇത് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്യാം. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടൊന്ന് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ്ട് ഇത് ഞാനത് തുറന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ടായിരുന്നു. ഒരു 8 മിനിറ്റ് ഒക്കെ ആയപ്പോഴേ ഇതേപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു സ്പൂണോ ഒരു ഫോർക്കോ ഇതേപോലെ ഒന്ന് കുത്തി നോക്കുമ്പോഴേ അത് ക്ലീൻ ആയിട്ട് വരുവാണെങ്കിൽ നമുക്കിത് വെന്തെന്ന് മനസ്സിലാകും.
അതേപോലെ തന്നെ നമ്മളിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം വെള്ളം വറ്റി പോയിട്ടുണ്ടോ എന്ന്. അപ്പോൾ അതാണ്ട് ഇനി ഇത് നമുക്ക് ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് വെളിയിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ അതാണ്ട് ഇതിൻ്റെ ചൂടൊക്കെ മാറി സൈഡൊക്കെ നല്ല രീതിയിൽ വിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ എണ്ണയൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഈവനിങ്ങിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഞാൻ കണ്ടില്ലേ ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ജീരകമൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ എല്ലാം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടേസ്റ്റ് ഒന്നുകൂടി ഒന്ന് കൂട്ടിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് വേറൊരു കാര്യം ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് 2 സൈഡും നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാവുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടാതെ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അതേപോലെ തന്നെ ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. ഇതേ രീതിയിൽ നമ്മൾ എണ്ണയിൽ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പം ആദ്യം കഴിക്കുന്നതിനെക്കാട്ടിൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണത്. അപ്പോൾ അതാണ്ട് 2 സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 2 മിനിറ്റ് മാത്രം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. തിരിച്ച് മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അതാണ്ട് എല്ലാം ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള അടിപൊളിയായിട്ടുള്ള നല്ലൊരു പലഹാരം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായല്ലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇത് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.